സിനിമയുടെ മലയാള സിനിമാ ലോകത്തേക്ക് ഇരിപ്പുറപ്പിച്ച ഒരു വലിയ എഴുത്തുകാരൻ ഇന്നത്തെ ചടങ്ങില് ഉദ്ഘാടകനായിട്ടുണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. ഇനി അടുത്ത സിനിമ എന്നുണ്ടാവും എപ്പോഴുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ബാക്കിയുള്ള റൈറ്റേഴ്സിനെ പോലെ ഞാൻ ഒരു ടൈം ലൈൻ വെച്ചൊന്നും അല്ല ആ സിനിമ എഴുതാറുള്ളത്. ലിജീഷ് എന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവരെഴുതിയ സാധനം നമുക്ക് തന്നിട്ട് പിന്നീട് തിരുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് എൻ്റെ പുസ്തകമായ എൻ്റെ പൊട്ടക്കഥകളെ റിലീസാവാണ്. ഇവിടെ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ റിലീസ്. അങ്ങോട്ടാണ് പോകുന്നത്. കൂടെ 4 പുസ്തകങ്ങളും കൂടെ വേറെ റിലീസാവുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കാണുന്നത്. കേരളത്തിലെ പ്രശസ്തമായ പ്രസാധകരായ മുഖം പബ്ലിഷേഴ്സിന്റെ 5 പുസ്തകങ്ങളാണ് ഡിസംബർ 17, 2023 ഞായറാഴ്ച തൃശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് പ്രസിദ്ധീകരിച്ചത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് മഹേഷ് ഗോപാൽ മുഖ്യ അതിഥിയായെത്തി. ഡോക്ടർ എസ് ഗംഗ, ബി ഹരികുമാർ, ഹരി എൻജി ചേർപ്പ്, ഗിരി ബി വാര്യർ, UC അന്തർജനം, എം രവി, രാംദാസ് പുഴുവിൽ, സുനിത സുകുമാരൻ, അരവിന്ദാക്ഷൻ പിള്ള, ശങ്കരനാരായണൻ ശംഭു, ഗോപി ചാലിയത്ത്, വിഷ്ണു പുൽപ്പറമ്പിൽ, ഷറഫുദ്ദീൻ, കിരൺ GB തുടങ്ങി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മുഖം ബുക്സ് പത്രാധിപർ അനിൽ കെ പെണ്ണുകര അധ്യക്ഷത വഹിച്ചു. ജിഷ UCയുടെ വജ്രഖനികളുടെ നാട്ടിൽ, ലിജീഷ് പട്ടേലിന്റെ എൻ്റെ പൊട്ടക്കഥകൾ, സജിത ചന്ദ്രികയുടെ ജ്വാലാമുഖി 3ാം പതിപ്പ്, ലോകമലയാള കഥകൾ, പാർശ്വവീതികൾ, കഥ പറഞ്ഞു തുടങ്ങുന്നു തുടങ്ങിയ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. നിരവധി പേർ പങ്കെടുത്ത ചടങ്ങ് ഒരു കുടുംബ സംഗമം പോലെ മനോഹരമായിരുന്നു. ഏവർക്കും ചടങ്ങിലേക്ക് സ്വാഗതം. ഗന്ധം നുകരുവാനൊക്കുമെങ്കിൽ പൂവിന്റെ സൗരഭ്യം പോലെ ഈ ലോകത്ത് നന്മകൾ മാത്രം പരക്കുമെങ്കിൽ, നന്മകൾ മാത്രം പരക്കുമെങ്കിൽ. കോവിഡ് സമയത്ത് വീട്ടിലകപ്പെട്ടു പോയ ആളുകളുടെ മനസ്സിലുണ്ടായ പല ആശയങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ കുറച്ച് ആളുകളെ സഹായിക്കാൻ കൂടി ആ സമയത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് മുഖം. DTP ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ സമയത്താണ് അവരെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ മാസികയാണ് മുഖം മാസിക. അത് കഴിഞ്ഞിട്ടാണ് മുഖം ബുക്സിലേക്ക് വരുന്നത്. ചെറിയ കഥകളാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വായിക്കാൻ നല്ല ഒന്ന് ഓർമ്മിച്ചിട്ട് പിന്നെ ചിന്തിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കഥകളാണ്. അത് ലിജീഷ് അതിന് പൊട്ടക്കഥ എന്നാണ് പേരിട്ടത്. നല്ലൊരു പുസ്തകമാണ്. അപ്പൊ ലിജീഷിനായിട്ടുള്ള ഒരു വർഷത്തെ ബന്ധമുണ്ട്. ഈ സത്യം പറഞ്ഞ 3 ദിവസം കൊണ്ടാണ് ലിജീഷിന്റെ ഫൈനൽ വർക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് പിന്നെ പ്രിന്റിങ് ഏറ്റവും ആദ്യം ബുക്കാണ്. അപ്പൊ എങ്ങനെ ലിജീഷായിട്ട് വഴക്കൾ കൂടിയാണ് ഞങ്ങൾ ആ പുസ്തകത്തിലേക്ക് വന്നത്. ലിജീഷിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമുക്കത് മുഖത്തിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്. ടീച്ചറെ കുറിച്ച് എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളില്ല. ഉള്ള സൗഹൃദങ്ങളിൽ ഏറ്റവും പെരാത്ത ഒരു സൗഹൃദമാണ് ടീച്ചർ. ടീച്ചറിന്റെ കുറിപ്പുകളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചിട്ടാണ് ടീച്ചറുടെ ആദ്യം പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചോദിക്കുകയും പിന്നീട് അതുപോലെ ഓൺലൈൻ ഈ മലയാളി ഓൺലൈനിൽ ടീച്ചറിന്റെ സഹോദരി ആഫ്രിക്കയിലായിരുന്നു. ടീച്ചർ അവിടെ പോയ സമയത്ത് ആഫ്രിക്കയിലെ ഒരു യാത്രാവിവരണം ഈ മലയാളി ഓൺലൈൻ അത് US പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞാൻ അന്ന് എൻ്റെ എഡിറ്ററായിരുന്നു. അതിലൊരു കണ്ണശ പ്രസിദ്ധീകരിച്ച വജ്രഖനികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണം ചെറിയ പുസ്തകമാണ്. ആഫ്രിക്കയെ അടുത്തറിയാൻ പറ്റുന്ന ടീച്ചർ പോയ സ്ഥലത്ത് മനോഹരമായ ഒരു ബുക്കാണ്. മുമ്പ് മുഖം ഇറക്കിയ ലോക മലയാള കഥകൾ, അതുപോലെ തന്നെ ജ്വാലാമുഖി, അതുപോലെ തന്നെ പാർശ്വവീതികൾ പറഞ്ഞു തുടങ്ങുന്നു. ലോക മലയാള കഥകളും പാർശ്വവീതികൾ പറഞ്ഞു തുടങ്ങുന്ന 2ാം പതിപ്പും ജ്വാലാമുഖി 3ാം പതിപ്പുമാണ് ഇന്ന് പ്രകാശനം ചെയ്തത്. നല്ല റൈറ്റേഴ്സാണ്, പക്ഷെ അവരെ അധികമാരും അറിയുന്നില്ല. അപ്പൊ അത്തരം റൈറ്റേഴ്സിനെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ എന്താ പറയാ ഒന്ന് പ്രൊജക്ട് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് ലൈംലൈറ്റിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അത് ആ ഉദ്ദേശ ശുദ്ധിയുടെ അതിൻ്റെ പവർ കൊണ്ട് തന്നെ മുഖം മലയാള സാഹിത്യത്തിന്റെ ഒരു പ്രധാന മുഖമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്ത സിനിമ എന്നുണ്ടാവും എപ്പോഴുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള റൈറ്റേഴ്സിനെ പോലെ ഞാൻ ഒരു ടൈം ലൈൻ വെച്ചൊന്നും അല്ല ആ സിനിമ എഴുതാറുള്ളത്. കാരണം മധുര മനോഹര മോഹം തന്നെ അറൗണ്ട് ഒരു 11 വർഷത്തെ എഫേർട്ടാണ്. ഞാൻ കണ്ടിന്യൂസ്ലി എഴുതുകയായിരുന്നില്ല. ബാങ്കിലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മാത്രമേ എഴുതാൻ പറ്റൂ. വജ്രഖനികളുടെ നാട്ടിൽ പുസ്തകം എഴുതിയിരിക്കുന്നത് ജിഷ UC, സ്വീകരിക്കുന്നത് UC അന്തർജനം, രമണി അന്തർജനം, UC രമണി അന്തർജനം,
അമ്മയായിരിക്കും അല്ലേ? ലിജീഷ് തന്നെ പറഞ്ഞ എന്റെ പൊട്ടക്കഥകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ള ഒരുപാട് നല്ല കഥകളാണെന്ന് നമുക്കറിയാം. എന്റെ പൊട്ടക്കഥകൾ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ ഗിരി ബി വാര്യർ. അടുത്തത് നമ്മൾക്ക് പലർക്കും പരിചയമുള്ള പുസ്തകമാണ്. പരിചയമുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പ്രകാശന ചടങ്ങിലുണ്ടായിരുന്നു. പാർശ്വവീഥികൾ പറഞ്ഞു തുടങ്ങുന്നു. പാർശ്വവീഥികൾ പറഞ്ഞു തുടങ്ങുന്നു കഥകളാണ്. അതിലെ കുറച്ചധികം എഴുത്തുകാരുണ്ട്. കുറെ കഥാകൃത്തുക്കളുടെ ഒരുമിച്ചുള്ള കഥയാണ്. പുസ്തകം സ്വീകരിക്കുന്നത് രാംദാസ് പരുവിൽ. പിന്നെ ലോക മലയാള കഥകൾ, ലോക മലയാള കഥകളുടെയും 2ാം പതിപ്പാണ് സ്വീകരിക്കുന്നത് ശ്രീ എം രവി. ആ ലോക മലയാള കഥകളിലെ ഒരു കഥാകൃത്തായ രമ്യയുടെ അച്ഛനാണ്. അടുത്തത് സജിത വിവേകിന്റെ ജ്വാലാമുഖി 3ാം പതിപ്പാണ്. നല്ലൊരു കയ്യടി കൊടുക്കാലോ. പുസ്തകം 3 പതിപ്പൊക്കെ സ്വീകരിക്കുന്നത് മുഖത്തിന്റെ എല്ലാമായ അനിൽ പെണ്ണൂക്കര. മുഖത്തിന്റെ എല്ലാം ഈ പുസ്തകത്തിന് പ്രത്യേകത, ടീച്ചർ ഈ പുസ്തകം ഇറക്കിയത് ഈ മകന് വേണ്ടിയാണ്. 1, 2 പതിപ്പ്, 3ാം പതിപ്പ് അത് മകൻ സ്വീകരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ടീച്ചറിന്റെ മദർ അടുത്ത കാലത്ത് മരിച്ചു. മാഷും മകനും കൂടി ആയിക്കോട്ടെ, ഒരു കൈയും മകനും വെച്ചോളൂ. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടനാണ്. അലമാര, മധുരമനോര മോഹം 2 സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ബാങ്കിലെ ജീവനക്കാരനാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് അദ്ദേഹം എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു കഥ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. മുഖം ബുക്സിന്റെ 5 പുസ്തകങ്ങളുടെ പ്രകാശനത്തോടനുബന്ധിച്ച് ഉള്ള ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കാനും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുവാനും ഉള്ള ഒരു നിയോഗം എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്നിവിടെ നടന്ന മുഖം പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് വളരെ സന്തോഷം നൽകിയൊരു വേദിയായിരുന്നു. നല്ല നല്ല സൗഹൃദങ്ങൾ മുഖത്തിലൂടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഇന്നത്തെ പരിപാടിയിൽ വളരെ പ്രശസ്തരും വളരെ പ്രസിദ്ധരുമായിട്ടുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തു. ആ കൂട്ടത്തിൽ എനിക്കിതിൽ പങ്കെടുക്കാനായത് ഏറെ സന്തോഷം തരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും എല്ലാ എഴുത്തുകാർക്കും 5 പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ വന്നു. അത് 5നും ഇഷ്ടംപോലെ വായനക്കാരുണ്ടാവട്ടെ. അവർക്ക് നാട് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ലക്ഷ്യം. ഒരുപാട് പുതിയ എഴുത്തുകാർ, അനിൽ മാഷ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പിൻബലത്തിൽ ഒരുപാട് എഴുത്തുകാർ എഴുതാൻ തുടങ്ങിയ ഒരു വലിയ സംഭവം. അതിലെഴുത്തുകാരെ കണ്ടത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരുടെ ഒരു ചെറിയ കൂട്ടായ്മ, അത് ഇത്രയും വളരെ വലുതായി മനസ്സ് വായനക്കാരുടെയും എഴുത്തുകാരുടെയും മനസ്സിനുള്ളിലേക്ക് കയറി ചെല്ലുക എന്നതാണ് വലിയൊരു കാര്യമാണ്. മുഖം ബുക്സിന്റെ വളരെ പ്രധാനമായൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 1-2 പുസ്തകങ്ങളുടെ ആദ്യ പതിപ്പും 2 പുസ്തകങ്ങളുടെ 2ാം പതിപ്പും ഒരു പുസ്തകത്തിന്റെ 3ാം പതിപ്പും ഇറങ്ങുന്ന ഒരു അസുലഭ മുഹൂർത്തം. ലോകം മുഴുവൻ അറിയുന്ന, സ്വീകരിക്കുന്ന ഒരു പ്രസാധന സംഘടനയായി തന്നെ ഇത് മാറും. മുഖം പബ്ലിക്കേഷൻ എല്ലാവിധ ആശംസകളും. വളരെ മനോഹരമായ ഒരു ദിവസം എല്ലാ മുഖത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടുവാനും ഭംഗിയായി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും സാധിച്ചു. നല്ലൊരു സൗഹൃദ സംഘമായിട്ടത് മാറി. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി. മുഖത്തിലേക്ക് ഇനിയും ആളുകൾക്ക് വരാം. മുഖത്തിന് മുഖം എന്നൊരു ഫേസ്ബുക്ക് പേജുണ്ട്. രാവിലെ 10:30 ആരംഭിച്ച ചടങ്ങ് ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിച്ചു. പുതിയ കലാകാരന്മാർക്ക് പ്രോത്സാഹനവും കൈത്താങ്ങുമാകുന്ന മുഖം ബുക്സും തിരക്കുകൾക്കിടയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന തിരക്കഥാകൃത്ത് മഹേഷ് ഗോപാലും മറ്റ് കഥാകാരന്മാരും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.